എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാട്ടോ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചി ദേവുവിനെ ശ്രീകാന്തിന് വേണ്ടി പെണ്ണാലോചിച്ച് രേവതിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. പക്ഷെ അതിന് ലക്ഷ്മിയമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ദേഷ്യപ്പെട്ട് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയം സച്ചി പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നിന്റെ അമ്മ എന്റെ മുഖത്തടിക്കുന്ന പോലെ പറഞ്ഞത് ദേവുവിനെ വിവാഹം കഴിച്ചു കൊടുക്കാണ്ട് സമ്മതമല്ലെന്ന് ശ്രീകാന്തിന്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു പറയാ. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, വണ്ടി നിർത്താൻ പറയാണ്. എന്താ? അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങാൻ പറയാണ്. അങ്ങനെ സച്ചി ഇറങ്ങി. അതെ, എന്റെ അമ്മേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. അതെ, സച്ചിയുടെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടല്ലേ അങ്ങോട്ട് ചെന്നേ. ചെല്ലുന്നതിനെ കുറിച്ച് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. അതിന് അമ്മയോട് എന്തിനാ പറയണേ? ദേവന് വിവാഹം ആലോചിച്ച് ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അമ്മ അറിയണ്ടേ, ഞാൻ അറിയണ്ടേ? എന്തിനേറെ പറയുന്നു? ഈ പറയുന്ന ദേവും ശ്രീകാന്തും എങ്കിലും അറിയണ്ടേ? അവരോടെങ്കിലും സച്ചിയാണ് ഒരു നിമിഷമെങ്കിലും ചോദിച്ചോ പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം? അല്ല, അതിനിപ്പോ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ വിവാഹം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ വിവാഹം കഴിക്കണമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ഉടനെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്റെ അച്ഛന്റെ വാക്കുകൾക്കാണ് ഞാൻ വില കൊടുത്തേ. അങ്ങനെ ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തി. എന്നിട്ടോ എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല, നമ്മൾ ജീവിക്കണില്ലേന്ന് ചോദിക്കോ? ഇത് കേട്ടതും രേവതി പറഞ്ഞു, സച്ചിയേട്ടനൊന്നും അറിയത്തില്ല. കാരണം സച്ചിയേട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും എത്രമാത്രമാണെന്ന് സച്ചിയേട്ടൻ അറിയാവോ? അതൊക്കെ എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പോഴും എന്നെ കുത്തി പറയുന്നതൊക്കെ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഇനി ഒരു കാരണവശാലും ഇനി ദേവുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നുള്ളത്. എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സച്ചിയാണൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാവുന്ന കാര്യമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാൾക്കോ ഇങ്ങനൊരു ജീവിതം ഉണ്ടായി. ഇനിയിപ്പൊ അടുത്ത മാളെയും കൂടെ അങ്ങനൊരു ചതിയിലേക്ക് തള്ളിയിടാനായിട്ട് ഒരമ്മയെ സമ്മതിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് സച്ചി പറയും, ഓഹോ, അപ്പൊ അതാണ് കാര്യമില്ലേ? അല്ല, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞേ. ശ്രീകാന്തിന് എന്നാ കുഴപ്പമിരിക്കുന്നേ? ഇത് കേട്ടും രേവതിന് ശ്രീകാന്തിന് കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ദേവുവിനും ഒരു കുഴപ്പമില്ല. രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും തമ്മിൽ ചേർന്ന് മുന്നോട്ട് പോകത്തില്ല. അവർ രണ്ടുപേരും പരസ്പരം ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇഷ്ടത്തിലാവുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ. എനിക്ക് നന്നായിട്ടറിയാം അമ്മയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞ്. സച്ചി പറഞ്ഞു, അപ്പൊ അതാണ് കാര്യമില്ലേ? അല്ല, ഒരു കാര്യം ഞാൻ ചെയ്യാം, ഇതെന്റെ അച്ഛനോട് പറയാം. അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ഉറപ്പായിട്ട് സമ്മതിക്കുമെന്ന് പറയാം. പെട്ടെന്ന് രേവതിന് ശരിയാ, അച്ഛനോട് പറഞ്ഞ അച്ഛൻ മിക്കവാറും സമ്മതിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മാത്രം നോക്കിയാൽ പോരാ. അച്ഛൻ സമ്മതിച്ചാലോ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയുടെ സമ്മതം ഇല്ലാതെ ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറയാം. സച്ചിയാൻ ഇതൊക്കെ പറയും. സച്ചിയാൻ അതൊക്കെ ചിന്തിക്കണം. കാരണം എന്റെ ജീവിതം എനിക്കറിയാം. എന്റെ അനിയത്തിയുടെ ജീവിതം കൂടെ തകരാനായിട്ട് ഞാൻ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയും. ഓഹോ, അപ്പൊ അമ്മയും മോളും കൂടെ ഒത്തോണ്ടായിരുന്നല്ലേന്ന് ചോദിക്കാം. അതല്ല സച്ചിയേട്ടാ, എന്ന് ചിന്തിച്ചു നോക്ക്. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. എന്റെ ശ്രീകാന്ത് നല്ലൊരു പെണ്ണിനെ കിട്ടണം, അത് മാത്രമേ ആലോചിച്ചുള്ളൂ. ഒരു പക്ഷേങ്കിൽ അമ്മ ഒരു വിവാഹാലോചനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പണം മാത്രമേ നോക്കത്തുള്ളൂ. പെണ്ണിന്റെ സ്വഭാവ മഹിമയെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ ചിന്തിക്കത്ത പോലുമില്ല. പക്ഷെ എന്റെ ശ്രീകാന്തിന് അങ്ങനത്തെ ഒരു പെണ്ണല്ല കിട്ടേണ്ടത്. നല്ല സ്വഭാവ ഗുണങ്ങളോട് കൂടിയ ഒരു പെൺകുട്ടിയാണ് കിട്ടേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചനയായിട്ട് മുന്നോട്ട് പോയത്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ നീ അറിയാത്തോണ്ടാ പ്രശ്നമെങ്കിൽ നിന്നോട് ഞാൻ പറയാം. വേണമെങ്കിൽ അച്ഛനോടും ചെന്ന അനുമതി മേടിക്കാം. എന്നിട്ട് നമുക്ക് ആലോചനയായിട്ട് വീട്ടിലേക്ക് എന്നാലോ? അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ആ നടക്കത്തില്ല സച്ചിയേട്ടാ, വെറുതെ എന്തിനാ? ഇനിയിപ്പൊ എപ്പ ചെന്ന് ചോദിച്ചാൽ അമ്മ ഇതേ മറുപടി മാത്രമേ പറയുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ വാക്കിന്റെ വിലയില്ല അല്ലേന്ന് ചോദിക്കണം. സച്ചിയുടെ വാക്കിന് വിലയില്ലാത്തോണ്ടല്ല, സച്ചിയുടെ പിന്നീട് അത് മനസ്സിലാവുമെന്ന് പറയണം. ബാ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ചോണ്ട് രേവതി അങ്ങോട്ട് പോവാണ്. ഈ സമയം വർഷ രാവിലെ ഉണർന്ന് താഴേക്ക് വരുമ്പോഴത്തേനും മസൂദനും മഹിമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നേ. വർഷനെ കണ്ടെന്ന് ചോദിച്ചു, ആഹാ, മോൾ എഴുന്നേറ്റോന്ന് ചോദിക്കുക. ഈ സമയം വർഷ ചോദിച്ചു, അച്ഛാ എനിക്കിപ്പൊ കല്യാണം വേണ്ടെന്ന് പറയാ. ഓഹോ, അപ്പൊ നിനക്ക് ബോധം ഇതായിട്ട് വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നീ കുറച്ച് സമയം കൂടെ പോയി കിടന്ന് ഉറങ്ങാൻ പറയാ. എന്റെ അച്ഛാ, എത്ര സമയം കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാലും എന്റെ ബോധത്തിന് ഒരു കുറവുമില്ല. എന്റെ ബുദ്ധിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ മസൂദൻ പറഞ്ഞു, പിന്നെ നിന്റെ തീരുമാനം എന്താ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വിവാഹബന്ധം ഇപ്പൊ വേണ്ടെന്ന് പറയാ. പിന്നെ എന്ത് കല്യാണം കഴിക്കാനാ ഇരിക്കുന്നേ? നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാ. ഈ സമയം മഹിമ വന്നിട്ട് പറഞ്ഞു, അവനെ കെട്ടണോന്ന് ഓർത്തായിരിക്കും ഇരിക്കുന്നേ. ആ രവീന്ദ്രന്റെ മോനെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലെന്ന് പറയാ.
ഇത് കേട്ടതും വർഷ പറഞ്ഞു, അച്ഛ എനിക്ക് കുറച്ച് സമയം കൂടെ താ. ഇതിപ്പോ എടിപടി നീ 15-ാം തീയതി എന്ന് പറയുമ്പോ ദിവസം അടുത്തില്ലേ, കുറച്ച് സമയം കൂടെ താ, അതിനുശേഷം മതി. എനിക്കറിയാം മോളെ നിന്റെ ഊടായ്പ എന്താന്ന്. ഞാൻ നിന്റെ അച്ഛനാ. കുറച്ച് സമയം കൂടെ തന്നു കഴിയുമ്പോൾ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വിവാഹം കൂടെ മുടക്കും. എനിക്കറിയാൻ പാടില്ലേ അതെന്താന്ന്. അതുകൊണ്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അറിയാലോ, നാളെ പോയിട്ട് നീ നിന്റെ ഫിയാൻസിയും കൂടെ പോയിട്ട് ഡ്രസ്സുകളും ഓർണമെന്റ്സും ഒക്കെ സെലക്ട് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടതും വർഷം അതൊന്നും നടക്കില്ല അച്ഛന്ന് പറയണ. നടക്കണോ വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ ഡബ്ബി സ്റ്റുഡിയോയിലെ ജോലി അതങ്ങോട്ട് റിസൈൻ ചെയ്തേരെ. എന്താ അച്ഛ പറയണേ? അതെന്റെ പാഷനാന്ന് പറയണേ. എന്ത് പാഷനാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇപ്പം നിനക്ക് ആ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ഇതേ നീ ഒരു ഭാര്യയാവേണ്ട തയ്യാറെടുത്തോളം പറയണം. ഇത് കേട്ടൻ വർഷം പറഞ്ഞു, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് സമ്മതമല്ല. ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടത് മസൂദൻ പറഞ്ഞു, എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. അറിയാലോ, കല്യാണക്കുറി അടിക്കണം, ആൾക്കാരെ വിളിക്കണം, അങ്ങനെ 100 കൂട്ടം ജോലിയുണ്ട്. ഇനിയിപ്പം കല്യാണത്തിന് അധിക ദിവസം ബാക്കിയില്ല എന്ന് പറയാം. മഹിമ പറഞ്ഞു, ശരിയാ, നല്ല ഗ്രാൻഡ് ആയിട്ട് വേണം കല്യാണം നടത്താനായിട്ട്. വേണേ നീ നിന്റെ ആ ശ്രീകാന്തിനെ കൂടെ വിളിച്ചോളാൻ പറയാണ്. കല്യാണത്തിന് ക്ഷണിച്ചോ, അവനും കൂടെ വന്ന് കാണട്ടെ എങ്ങനെയാ നിന്റെ കല്യാണം എന്നുള്ളത്. ഇത് കേട്ടതും വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, അതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വർഷ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം മഹിമ മധുസൂദനോട് പറഞ്ഞു, അവസാന നിമിഷം അവൾ എന്തേലും പണി ചെയ്യുമോന്ന് ചോദിക്കേ. അങ്ങനെയൊന്നും ഇല്ല, എന്റെ മോളല്ലേ, എനിക്ക് ആളെ അറിയാന്ന് പറയാണ്. ഈ സമയം വർഷം മുറിയിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. തന്റെ കല്യാണമാണ്, ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ അത് താൻ വേണം തീരുമാനം എടുക്കാനായിട്ട്. അച്ഛനും അമ്മയും ഒരാളെ സെലക്ട് ചെയ്തു. തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അയാളെ വേണേ കല്യാണം കഴിക്കാൻ, ഇഷ്ടമില്ലെങ്കിലോ നിർബന്ധിച്ച് എന്താണ് തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ഈ സമയം വർഷയുടെ മനസാക്ഷി തന്നെ വർഷയോട് പറയാൻ തുടങ്ങി. അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതമായിരിക്കും നശിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, അവരെന്ന് പറഞ്ഞ ഒരു കണ്ടിട്ട് പക്ക ഫ്രോഡാന്ന് തോന്നേ. അത് നല്ല കുടുംബമഹിമയുള്ള വീടുമല്ല. അങ്ങോട്ട് താൻ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടിമയായിട്ട് താൻ ജീവിക്കേണ്ടി വരും. അതൊരിക്കലും നടക്കില്ല. എന്താണെങ്കിലും ഈ വിവാഹത്തിന് താൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യണമെന്ന് താൻ കുറച്ച് സമയമോ ബാക്കിയുള്ളൂ, ആ സമയത്തിനുള്ളിൽ തീരുമാനിക്കണം. ഇനിയിപ്പം ഇവിടെ താൻ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ താൻ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ ഒരു വർഷം ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ സമയം രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോഴാണ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് സച്ചി ചോദിച്ചു, എന്താടാ നീ ഇത് എങ്ങോട്ടാ രാവിലെ പോണേന്ന് ചോദിക്കാം. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണോ അതോ ഇനി വേറെ എങ്ങോട്ടേലും ആണോ നിൽക്കും. എന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല ഇനിയിപ്പം നീ അവളെ കാണാൻ എങ്ങനെ പോവാണെന്ന് നിൽക്കും. ഇതേ സച്ചിയേട്ടാ, ഞാൻ അവളെ കാണാനൊന്നും പോവല്ലെന്ന് പറയും. അതെ അങ്ങനെയാണ് നിനക്കുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മേലാൽ അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പോയേക്കല്ലെന്ന് പറയാണ്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കേട്ടൻ രേവതി എന്തിനാ വെറുതെ എപ്പോഴും ഇങ്ങനെ പറയണേ? അവൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ പറയണേ? അതൊക്കെ നിന്റെ തോന്നലല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സ് വേറൊന്നായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടത് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. ശ്രീകാന്തിനറിയാം താനിപ്പോ സച്ചിയോട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. തന്റെ മനസ്സിൽ വർഷമുണ്ട്. ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമാവും. ഈ സമയത്ത് സച്ചി പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി നടക്കാൻ പോകുന്ന വേറെ നല്ലൊരു വിവാഹമായിരിക്കും. നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് രേവതി ഇടയ്ക്ക് കയറി, ഇതെന്തൊക്കെയാ സച്ചേട്ടാ പറയണേ? അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, ആരാ സച്ചേട്ടാ? എനിക്ക് വേണ്ടി സച്ചേട്ടൻ ആരെ കണ്ടുവച്ചിരിക്കുന്നു ചോദിക്കാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ചുമ്മാ സച്ചേട്ടൻ ഓരോന്ന് പറയുന്ന. എന്റെ ശ്രീ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. നീ ജോലിക്ക് പോകാനുണ്ട്, പോകാൻ നോക്ക്. സച്ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറയണം. പെട്ടെന്നാണ് ശ്രീകാന്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോൾ വർഷ എടുക്കണോ വേണ്ടയോ? സച്ചേട്ടൻ രേവതി അടുത്ത് നിൽക്കുവാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. കോള് കട്ട് ചെയ്ത് വിടുകയാണ്. വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. ആരുടെ വിളിക്കണേ? അത് പിന്നെ കസ്റ്റമർ കെയറിൽ നിന്നാന്ന് പറയണം. നീ എന്താ കോൾ എടുക്കാത്തെ? ഓ, അവര് വിളിച്ചിങ്ങനെ ഓരോന്ന് വളവിളാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. വെറുതെ എന്തിനാ കോൾ എടുക്കണേ? എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് സച്ചി പറഞ്ഞു, ഇപ്പോഴും അവൻ ആ പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയണം. അതെങ്ങനെ സച്ചേട്ടൻ മനസ്സിലായി? ഇപ്പൊ വിളിച്ച ആ പെണ്ണാന്ന് പറയണം. വർഷമൊന്നും അല്ല വിളിച്ച, അത് കസ്റ്റമർ കെയറിൽ നിന്നാന്നല്ലേ പറഞ്ഞേ. എടി പൊട്ടി, എനിക്കറിയാൻ പറ്റും. അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അവളാ വിളിച്ചത്. അവളെ വിളിച്ച് സംസാരിക്കാൻ വിളിച്ച, പക്ഷെ നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തോ ഒരു മടിയുണ്ട് അവന്. അതാണ് അവൻ കസ്റ്റമർ കെയറിൽ നിന്നാന്ന് പറഞ്ഞേ. അത് മാത്രമല്ല, അവക്ക് കല്യാണം ഏതാണ്ട് വന്നെന്നല്ലേ പറഞ്ഞേ. ഇനി മിക്ക അതിനെക്കുറിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കണേ. എന്നാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ബന്ധം നടക്കാണ്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പക്ഷേങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവർ വല്ല ഒളിച്ചോടാൻ തീരുമാനിച്ചത് എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലേക്ക് അവൻ കയറ്റിക്കൊണ്ട് വരണ്ടേ? എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. കാരണം അച്ഛനെ വെല്ലുവിളിച്ചവനാ മധുസൂദനെ. അപ്പൊ അയാളുടെ മോളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം.
അതൊന്നും പറയാൻ പറ്റില്ല സച്ചേട്ടാ, അവരുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പാടില്ല. നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല. നിനക്കറിയാലോ, അവന് ചേരുന്ന ഒരു പെണ്ണ്, ആ ഏതെങ്കിലും ഒരു പെണ്ണിനെ, ഇനിയിപ്പം ദേവു വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവന്റെ വിവാഹം നടക്കണം. ഒരു കാരണവശാലും ആ വർഷമായിട്ടുള്ള വിവാഹം നടക്കലെന്ന് പറയാം. ഇത് കേട്ടൻ രേവതിക്ക് മനസ്സിലായി. സച്ചിയേട്ടൻ രണ്ടും തീരുമാനിച്ച. പക്ഷേങ്കില് ശ്രീകാന്തും വർഷയും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവർ ചില തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ മാറ്റാൻ ആർക്കും സാധിക്കില്ലെന്ന് രേവതിക്ക് മനസ്സിലായി. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം വീണ്ടും വീണ്ടും വർഷം വിളിച്ചോണ്ടിരിക്കുക. ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേനും വർഷയ്ക്ക് ആകപ്പാടെ ദേഷ്യമായി. പിന്നെന്താ പുള്ളി കോൾ എടുക്കാത്തെ? കോൾ എടുത്തിട്ട് എന്ത് സംസാരിച്ചിട്ട് വെക്കുവാണ്, കുഴപ്പമില്ല. മനുഷ്യൻ ആകപ്പാടെ ഇവിടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വർഷം എന്ത് ചെയ്യാണ്, ശ്രീകാന്തിനെ അന്വേഷിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വരിക. ഈ സമയം ശ്രീകാന്ത് തിരക്കിട്ട ജോലികളിലായിരുന്നു. അങ്ങനെ വർഷം വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേന്ന് ചോദിക്കുക. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, പതുക്കെ പറ, ഇത് റെസ്റ്റോറൻറ്റാ. ഞാൻ പതുക്കെ പറയാനൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ. എന്താ കോൾ എടുക്കാത്തെ? മനുഷ്യയുടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിനക്ക് കോൾ എടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു, വർഷേ നീ ഒന്ന് പതുക്കെ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഞാൻ ജോലി ചെയ്യുന്ന കണ്ടില്ലേ, അതാണ് പ്രശ്നം. ഇങ്ങോട്ട് താട്ട്, സെർവ് ചെയ്യാനുള്ള സാധനമാണോ, ആർക്കാ കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാന്ന് പറയണം. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, ദൈവത്തെ ഉറച്ച് ചതിക്കരുത്. പെട്ടെന്ന് ശ്രീകാന്ത് അതാ ഓർഡർ ചെയ്തവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് വർഷേനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. നിന്റെ പ്രശ്നം ഇപ്പൊ എന്താന്ന് ചോദിക്കുക. പ്രശ്നമോ? എന്റെ പ്രശ്നം എന്താന്ന് ശ്രീകാന്തിന് മനസ്സിലായില്ലല്ലേ? അതെ, എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക 15-ാം തീയതി. അതെ, അതിന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കുക. അയാളുമായിട്ട് നാളെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ശ്രീകാന്ത് പറ. അപ്പൊ എന്നെ ചതിക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഹോ, അപ്പൊ നീ സമയമായപ്പോ കാല് വാരുമല്ലേ? അപ്പൊ ഞാൻ അയാളുടെ മുന്നിൽ തല കുനിച്ചിരിക്കണല്ലേ? അതിനേക്കാളും ഭേദം ഞാൻ എന്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കുന്നതാന്ന് പറയാം. ഇത് കേട്ടും ശ്രീകാന്ത്, നീ എന്തൊക്കെ ബുദ്ധിമോശമാണ് പറയണമെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്തൊക്കെ വന്നാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. അതിനിപ്പം ശ്രീകാന്ത് എന്നല്ല, ആര് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. ഇനിയിപ്പം നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ആ കാര്യം ഈ നിമിഷം പറയാന്ന് പറയണം. ഇത് കേട്ടും ശ്രീകാന്ത് പറഞ്ഞു, ഇത് വർഷം നിനക്കറിയാലോ, എന്റെ വീട്ടിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാവെന്ന് പറയാം. എന്ത് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം ആയിരിക്കും. വേറെ ആരുടെ ഒപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറയാം. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ പോവാ. റെസ്റ്റോറൻറ്റിൽ ഇരിക്കാനോ? പക്ഷെ ഒരു കാര്യം പറയാം, ഇത് റെസ്റ്റോറൻറ്റാ, എന്റെ ജോലി പോകുമെന്ന് പറയാം. ജോലിയോ? ജോലി പോയാൽ നിനക്ക് വേറെ ജോലി കിട്ടും. പക്ഷെ ഇതെന്റെ ജീവിതമാണ്. ജീവിതം പോയിട്ടുണ്ടെങ്കിൽ വേറെ ജീവിതം കിട്ടത്തില്ല, അറിയാലോ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കിട്ടത്തില്ല. അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞ് വർഷം നേരെ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് ശ്രീകാന്ത്, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒന്ന് ഇറങ്ങി പോയിക്കെന്ന് പറയണം. എന്തിനിറങ്ങിപ്പോണം? ഞാൻ ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നാ. പിന്നീട് കുറച്ച് ഓർഡർ കൊടുക്കുകയാണ്. ശ്രീകാന്തിനോട് പറഞ്ഞു, അതൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാൻ പറയണം. ശ്രീകാന്ത് പറഞ്ഞു, വർഷേ നീ ഇങ്ങനെ എന്താ? ഞാൻ റെസ്റ്റോറൻറ്റ് വരാൻ പാടില്ലേ? ഇത് റെസ്റ്റോറൻറ്റിലാണ്, ആർക്ക് വെള്ളം വന്നിരിക്കാം, ഫുഡ് കഴിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തുറന്നിട്ടേക്കെന്ന് പറയാം. ഇത് കേട്ട ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഇനിയിപ്പോൾ ഇവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ശ്രീകാന്ത് പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ വന്നിട്ട്, എന്താടാ എന്ത് പറ്റി നിൽക്കേ? ഒന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിൽക്കും. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം വർഷ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. എല്ലാ ദിവസവും രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉച്ചയ്ക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.